പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്ന് ചില ദൈവദാസന്മാർ, അതായത് പരിശുദ്ധന്മാരും വളരെ ഭക്തിപൂർവം ദൈവത്തെ ആരാധിക്കുന്നവരെ കുറിച്ച് പറയാനാണ്. അങ്ങനൊരു മനുഷ്യനെ ഇന്ന് കാണാനിടയായി. അദ്ദേഹം ലൈവിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യം ഞാൻ പറയുന്നത്. അതായത് പാസ്റ്റർ പീറ്റർ മാത്യു കലൂർ, അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കൂടി ആരെയാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, ഏതായാലും കൊള്ളാം, പട്ടിക്ക് പറഞ്ഞവൻ എന്ന് വേണ്ട ആ മനുഷ്യൻ അറിയാവുന്നത് മുഴുവൻ പറഞ്ഞു. എങ്കിൽ ഈ പീറ്റർ മാത്യു കലൂർ ഒരു മനുഷ്യനോട് അദ്ദേഹം പട്ടിക്ക് പറഞ്ഞ അങ്ങനെ പറഞ്ഞതാണ് പറയണമെങ്കിൽ, ഈ പീറ്റർ മാത്യു പിശാചിന് ജനിച്ചവനായിരിക്കണം. അല്ല എങ്കിൽ ഒരു സ്വന്തം സഹോദരനെ സ്നേഹിക്കാൻ പറഞ്ഞ് അവൻ തെറ്റ് ചെയ്താൽ അവനെ ഗുണഘോഷിക്കണം, അവനെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കണം. അതിന് പകരം എന്തെങ്കിലും അഭിപ്രായം എഴുതിയാൽ അവനോട് പറയേണ്ട ഈ വിധമാണ്. അപ്പോൾ എൻ്റെ പീറ്റർ മാത്യു കലൂർ താൻ സാത്താന് ജനിച്ച സന്തതിയാണ്. അതായത് തൻ്റെ മാതാപിതാക്കന്മാർ സാത്താനാൽ നയിക്കപ്പെട്ടവരായിരുന്നു. അവരിൽ നിന്നുണ്ടായ സന്തതിയും സാത്താൻ തന്നെ. അതാണ്. നിനക്ക് ചുണയുണ്ടെങ്കിൽ ബൈബിളോ നിൻ്റെ പാസ്റ്ററിൻ്റെ ആ വേലയെടുത്തോണ്ട് എൻ്റെ അടുത്തോട്ട് വാ, എന്നോട് ലൈവിൽ വാ, ഞാൻ നിനക്ക് മറുപടി തരാം. നീ ഇത്രയും അനാവശ്യം ഒരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പെന്തിക്കോസ്തിലെ വളരെ പ്രഗത്ഭരായ ഒരുപാട് പേരുണ്ട്. യൂട്യൂബിൽ ഒരുപാട് കഥകൾ പ്രസംഗിക്കുന്നവരുണ്ട്. ഞാൻ ഇന്ന കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു, ഇന്ന യൂണിവേഴ്സിറ്റി പഠിച്ച, ഇന്നടത്ത് ബൈബിൾ കോളേജിൽ പഠിച്ച ആളെന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ദരിദ്രവാസി ഈ മനുഷ്യൻ ഇത്രയും അനാവശ്യം സോഷ്യൽ മീഡിയയെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു വാക്ക് പറഞ്ഞോ? ഇല്ല, പറയത്തില്ല. അതാണ് അന്ത്യനാളിൽ അനേകം ആരാ വരുന്നേ? ഉപദേശകർ എന്നല്ല. അവരെക്കുറിച്ച് പറഞ്ഞത് ബൈബിളിൽ എന്തുവാ പറയുന്നില്ല. ഇവരെല്ലാം അന്ത്യനാളിൽ സാത്താൻ്റെ സന്തതികൾ ബൈബിള് ഒരു വശത്തെടുത്ത് വച്ചേച്ച് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഓരോന്ന് പറയും. അതുപോട്ടെ, പാസ്റ്റർ പീറ്റർ മാത്യു കലൂർ, തനിക്ക് ചുണയുണ്ടെങ്കിൽ എൻ്റെ ജരവ, നീ പഠിച്ച ബൈബിള് അത് നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതും എടുത്തു, നമുക്ക് സംസാരിക്കാം. നീ ഏത് ജന്മമാണ്, ആർക്ക് ജനിച്ചതാ, എങ്ങനെ ജനിച്ചതാണെന്ന് ഞാൻ അതുവരെ ഗണിച്ച് പറഞ്ഞു തരാം. പോട്ടെ, നിന്നെ വിട്ടേക്കുന്നു. എന്നാൽ ഇന്നെനിക്ക് പറയാനുള്ളത് ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികളോടാണ്. അതായത് അദ്ദേഹം പറഞ്ഞു, എൻ്റെ മാംസം ഭക്ഷിക്കുകയും രക്തപാനം ചെയ്യുന്നവരിൽ ഞാനും അവർ എന്നിലും വസിക്കുമെന്ന്. അത് ഈ കള്ളപ്പുരോഹിതവർഗം അത് വീണ്ടും പറയും. അത് എന്നാൽ ഇവിടെ പറയുന്നു, അത് ഈ ബൈബിളിൻ്റെ ഭാഗം ഞാൻ വായിച്ചിട്ട് ബാക്കി പറഞ്ഞുതരാം. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് വാട്ടി നുറുക്കി അവർക്ക് കൊടുത്തു, വാങ്ങുവീൻ, ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു. അപ്പോഴേ വീഞ്ഞും അവർ കുടിച്ചു. അതായത് ദൈവത്തിൻ്റെ രക്തമാകുന്ന വീഞ്ഞ് അവർ കുടിച്ചു. ഇത് തന്നെയാണ് എനിക്ക് ഇന്നത്തെ നിങ്ങളോട് ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികളോട് പറയാനുള്ളത്.
നമ്മൾ ഇവർ പറയുന്നു, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എൻ്റെ ശരീരം ഭക്ഷിച്ച് എൻ്റെ രക്തം പാനം ചെയ്യുന്നവനിൽ ഞാനും അവർ എന്നിലും വസിക്കുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പള്ളികളിൽ എത്ര പള്ളികളിൽ നിങ്ങൾ കുമ്പസാരിച്ച് കുർബാന കൊള്ളുന്നു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശരീരമായ അപ്പവും രക്തവും പാനം ചെയ്യാനല്ലേ? അതാണല്ലോ. അങ്ങനെ രണ്ടും കൂടെ ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കത്തുള്ളൂ. നിങ്ങളുടെ ഏത് പള്ളികളിൽ നിങ്ങൾക്ക് പുരോഹിതവർഗം അപ്പവും വീഞ്ഞും തരുന്നുണ്ട്? ആ ഒരു നൂർക്കപ്പം ആ വീഞ്ഞിലൊന്നും മുക്കി നിൻ്റെ വായിൽ വെച്ച് തരുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അതിൻ്റെ ദുരുദ്ദേശം ഞാൻ പറഞ്ഞുതരാം. സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തിലെ ജീവനുള്ള കാര്യം എന്ന് പറയുന്നത് രക്തമാണ്. ആ രക്തം നമ്മുടെ ശരീരത്തിൽ ഓടാത്ത ഭാഗത്ത്, ഏതെങ്കിലും ഭാഗത്ത് രക്തം ഓടുന്നില്ലെങ്കിൽ ആ ഭാഗം നിർജീവമായി അത് അങ്ങനെയാണ് പിന്നെ മുറിച്ച് മാറ്റിയൊക്കെ പോകുന്നത്. എന്നാൽ ഈ ദൈവം പറഞ്ഞത് എന്തുവാ? ദൈവത്തിൻ്റെ ശരീരം ഭക്ഷിക്കുമ്പോൾ ഈ ഗോതമ്പപ്പമാണെങ്കിലും അത് ദൈവത്തിൻ്റെ ശരീരമായി മാറുക, മാംസമാണത്. അത് കഴിഞ്ഞിട്ട് വീഞ്ഞിനെ തൻ്റെ രക്തമായി മാറ്റിയെടുക്കുക. അവിടെ അതാണ് പറഞ്ഞത്. ആ രക്തം ഈ ശരീരത്തിൻ്റെ ഭാഗവുമായിട്ട് ചേരുന്നില്ലെങ്കിൽ ആ ശരീരത്തിൻ്റെ ആ ഭാഗത്തിന് ജീവൻ ഉണ്ടാകുന്നില്ല. ദൈവത്തിൻ്റെ ശരീരമായ അപ്പം നുറുക്കി നിങ്ങൾക്ക് തരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആ ശരീരഭാഗത്തിന് ജീവൻ നൽകുന്ന രക്തം കൂടി നിങ്ങൾക്ക് തരുന്നില്ല എങ്കിൽ ആ ദൈവത്തിൻ്റെ ശരീരമാണെങ്കിൽ തന്നെയും അത് നമ്മുടെ ഉള്ളിൽ ജീവൻ പ്രാപിക്കുന്നില്ല. ആ രക്തം കൂടെ അതുകൊണ്ട് ചേർന്നെങ്കിൽ മാത്രമേ അത് പ്രവർത്തിക്കത്തുള്ളൂ. നിങ്ങൾ നെടുക നടന്ന് എല്ലാ ആഴ്ചയും കുമ്പസാരിച്ചാലും കുർബാന കൊണ്ടാലും മക്കളെ, നീയൊക്കെ അവിടെ ഒന്നും അറിയാതെ നീയൊക്കെ എന്തുവാ ചിന്തിക്കുന്നത്? യുവന്മാർ ഈ കുർബാന കഴിഞ്ഞ് ഈ വീഞ്ഞ് വലിച്ചു കുടിച്ച് വടിച്ചു നിൽക്കുവാ പാത്. കാരണം അവർ അന്നും ദൈവത്തിൻ്റെ രക്തത്തിന് വേണ്ടി പുറപടി കൂട്ടിയവരാ, ഇന്നും ദൈവത്തിൻ്റെ രക്തം കുടിച്ചുകൊണ്ടിരിക്കുക. വേറെ ആരെ കൊണ്ട് കുടിപ്പിക്കില്ല, അവർ തന്നെ കുടിക്കുക. ഇനി വരുന്ന കാലത്തും ദൈവത്തിന് എഗൈൻസ്റ്റായിട്ട് നിൽക്കുന്ന ഇവർ തന്നെ പുരോഹിതവർഗമാണ്. പോട്ടെ, നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വീഞ്ഞിനകത്ത് അപ്പം മുക്കി തന്നില്ലെങ്കിലും നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കും. ഇനി ഓർത്തഡോക്സ് സഭയിലെ പള്ളികളിൽ തെമ്മാടിക്കുഴികൾ വീണ്ടും വരുന്നു മദ്യപാനികളെ കുഴിച്ചിടാനായിട്ട്. എത്ര നല്ല കാര്യം! അതെ, ഓർത്തഡോക്സ് സെമിത്തേരി തന്നെ വേണോ? അത് ഈ മദ്യപാനി അവൻ്റെ വീടിൻ്റെ പരിസരത്ത്, അവൻ്റെ വീടിൻ്റെ എവിടെയെങ്കിലും ഒരു സൈഡിലെ മുറ്റത്ത് എവിടെയെങ്കിലും കുഴിച്ചിട്ട വല്ല കുഴപ്പമുണ്ടോ? ഏതായാലും എൻ്റെ കള്ള മെത്രാനെ, ബാവായെ, നിൻ്റെ അണികളെ, നീയൊന്നുമല്ല ഒരു മനുഷ്യനെ വിധിക്കുന്നത്. ഞാൻ എന്ത് ചെയ്താലും ആ വിധി, ഞാൻ എങ്ങനെ മരിച്ചാലും എന്ത് ചെയ്ത് ജീവിച്ചാലും, ഞാൻ മരിച്ചു കഴിഞ്ഞ് വെള്ളത്തിൽ വീണ് മരിച്ചോ, എന്നെക്കൊണ്ട് തെമ്മാടിക്കുഴിയിലോ എന്നെ ദഹിപ്പിച്ച് കളഞ്ഞാലും അന്ത്യനാളിൽ ദൈവം വരുമ്പോൾ
ഞാനും നിങ്ങളുടെ കൂട്ടത്തിൽ അവിടെ പ്രത്യക്ഷമായിരിക്കും. നിങ്ങൾ സ്വരൂപം സ്വീകരിക്കുന്ന പോലെ എൻ്റെ ആത്മാവും ശരീരം പോകും ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കും. അവിടെയാണ് തീരുമാനമുണ്ടാകുന്നത്. അവിടെ ഒരുത്തൻ്റെയും കള്ളക്കളി നടക്കത്തില്ല. അവിടെ റെക്കോർഡിങ് കൊണ്ടെടുക്കും, വായിക്കും. നീ ഇന്ന് ചെയ്തു, നീ അങ്ങോട്ട് മാറിയിക്കാൻ പറയും. നീ കുപ്പായം അണിഞ്ഞുകൊണ്ട് വ്യഭിചരിച്ചും മറ്റേ തെമ്മാടിക്കുഴി ഉണ്ടാക്കിയും നിങ്ങൾ വിശ്വാസികളെ ചൂഷണം ചെയ്യാനല്ലാതെ ഒരു മനുഷ്യൻ മദ്യം കഴിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ അവനെ തെമ്മാടിക്കുഴി കൊണ്ടിടുക എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിച്ചോട്ടെ, ഓർത്തസഭയിലെ എത്ര പുരോഹിതന്മാരും മെത്രാന്മാരും വ്യഭിചരിക്കുന്നു? അവരെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അവരെ എവിടെ കൂടെ? അവരെ അന്നേരവും മെത്രാനെ പിടിച്ചു കൂത്തിയിരുത്തി അംശപണിയും കൊടുത്ത് മറ്റേതും മറ്റേ കൂന്തിരൊക്കെ ഇട്ട് ഇരുത്തുമല്ലോ. ലോകത്തിലേക്കും ഇത്രയും വൃത്തികെട്ട ഒരു സഭ, അതായത് ഒരു മനുഷ്യൻ മരിച്ച് മണ്ണോട് ചേരുമെന്നാണ് പറഞ്ഞത്. ഈ കള്ള മെത്രാന്മാർ മരിച്ചാൽ ഭൂമിക്ക് വളം പോലും ആകുന്നില്ല. കാരണം കുന്തിർക്കും എല്ലാം ഇട്ട് ഇരുത്തിയിരിക്കുകയോ, അതഴുകുന്നില്ല, ചൊക്കിച്ചുടിഞ്ഞ് അവിടേക്കുള്ളൂ. സാധാരണക്കാരൻ ഏത് കൊലപാതകനാണെങ്കിലും അവൻ മരിച്ച് അവനെ കൊണ്ട് കുഴിച്ചിടും. അത് അവൻ അറ്റ്ലീസ്റ്റ് മണ്ണിന് വളമെങ്കിലും ആവും. ഈ കുളം പിടിക്കാത്തവന്മാർ അതും ആവുന്നില്ല. ഇനി ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ പുരോഹിതന്മാർ എത്ര എണ്ണം ഉണ്ട് വ്യഭിചരിച്ച് നടക്കുന്നവരെ? അവരെ എല്ലാം ഇപ്പോഴത്തെ കാതോലിക്ക സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ കാതോലിക്കല്ല, ഈ ഓർത്തസഭ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. കാരണം എല്ലാവനും അവനവൻ്റെ വീക്ക്നെസ് ഉണ്ട്. ഇന്നത്തെ കാതോലിക്കായ്ക്ക് ഏതെങ്കിലും ഒരു പുരോഹിതനോട് ഏതെങ്കിലും ഒരു കാര്യം ചോദിക്കാമോ? അത് ഞാൻ നിനക്ക് സംഭവിച്ചത്, അവിടുത്തെ തെറ്റുവാസി മെത്രാൻ അവൻ്റെ വായ അടഞ്ഞു പോയല്ലോ. അവനെ നല്ല വർത്താനം പറഞ്ഞ് വിളിച്ചപ്പോൾ എന്തുകൊണ്ട് അവൻ മറുപടി പറഞ്ഞില്ല? കാരണം അവൻ നല്ലവനല്ലായിരുന്നു. അതുകൊണ്ടാണ്. ആ വാ തുറന്നാൽ സത്യം മറ്റോ വിളിച്ചു പറയും. അതുകൊണ്ടാണ്. ഇത് ഞാൻ ഓർത്ത സഭയിലെ ഒരു കുഴപ്പം തെമ്മാടിക്കുഴി എന്നല്ല. എൻ്റെ പൊന്നു മക്കളെ, ഞാൻ ചോദിച്ചോട്ടെ, ഒരു മനുഷ്യൻ അധ്വാനിച്ച് അവൻ ക്ഷീണിച്ച് വന്ന് മദ്യപിച്ചെന്നിരിക്കും. ശരി, അവൻ തെറ്റ് ചെയ്യുന്നെങ്കിൽ തെറ്റ് ചെയ്തു, അവനെ പാതാളത്തിൽ പൊക്കോട്ടെ. എന്നാൽ കള്ള പുരോഹിതവർഗം മെത്രാനെ ബാവായെ ഈ പള്ളികളിൽ നിന്ന് കിട്ടുന്ന കാശെല്ലാം നിങ്ങൾ എവിടെ എന്ത് ചെയ്യുന്നു? നിനക്ക് പരുവരപ്പള്ളിയിൽ നിന്ന് കിട്ടുന്ന കാശിൻ്റെ കണക്കൊന്ന് പറയാമോ? എവിടെ ചിലവാക്കുന്നത് നിങ്ങൾ? ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇന്ന് ആടുകൾ, ഓർത്തസഭയിൽ ആടുകൾ കുറവും ഇഴയന്മാർ കൂടുതലുമാണ്. കാരണം ഇപ്പം എങ്ങനെ നടന്നവനാണെങ്കിലും ചെമ്മനാനിക്കറാം. പറ്റാസ് മെത്താപ്പോലത്തെ ഇഷ്ടം എന്താണെന്ന് ആർക്കും അറിയത്തില്ല. അവൻ പറയും ഇന്നതാ, സാധിച്ചു കൊടുത്താൽ ഉടനെ പുരോഹിത വേലയാ. ഇവനെല്ലാം സ്കൂളിലും കോളേജിലും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ചതാ. ആ പ്രവർത്തനം അവൻ ഇവിടെ പള്ളികളിലും കാണിക്കും. ഈ അടുത്ത സമയത്ത് ഒരു പെരുന്നാളിന് ആ പള്ളിയിലെ വികാരി ചെണ്ട കൊട്ടി കാണിക്കുന്നു. പെരുന്നാളിൻ്റെ ഉദ്ദേശം എന്തുവാ? പെരുന്നാൾ ആരുടെയാ, എന്തിൻ്റെയാ? അതിനുള്ള പ്രാധാന്യം അവിടെ ഇല്ല. അവൻ്റെ സ്വയമേയുള്ള അവൻ്റെ കഴിവ് തെളിയിക്കാൻ ഞാൻ ചെന്നോട്ടാം. അതുപോലെ ഒരു അച്ഛൻ പറഞ്ഞു, കൊച്ചമ്മേ, ഞാൻ നിന്നാൽ എൻ്റെ കാലിൻ്റെ തള്ളവല്ല് കാണാമെന്ന്. അതൊക്കെ ITI സുൽമാത്യു ഇട്ടിട്ടുള്ള. ഇനി ഞാൻ വേണേ കാണിച്ചു തരാം ഓരോ പുരോഹിതന്മാരുടെ. എത്ര പുരോഹിതന്മാരുടെ ഭാര്യമാർ മാനസതീറി മരിക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. അവരെ ബാവായോടോ മറ്റാപോലത്തോടെ പറഞ്ഞോ, ഒരു
കാര്യമില്ല. ഇന്ന പുരോഹിത വർഗം മുഴുവൻ വിശ്വാസികളെ ഗുണഘോഷിച്ച് നേരെയുള്ള വഴിയിലാക്കുക. ഇവിടെ കുടുംബക്കല ഉണ്ടാക്കാനാണ് ഇവർ നോക്കുന്നത്. ഓർത്തഡോക്സ് സഭയിലെ പുരോഹിത വർഗം അവർക്ക് പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് പ്രാർത്ഥനയോഗം, സെക്രട്ടറി പ്രാർത്ഥനയോഗം, മോഹൻ്റെ കൂട്ടായ്മ എന്നും പറഞ്ഞ് വിളിച്ചിരുത്തി കണ്ടിരുന്ന ധ്യാനമാണ്. എന്തോ ധ്യാനം. ഇപ്പോൾ ഇത് പറയുന്നത് കേട്ടു, എന്തോ വിവാഹം ചെയ്യാൻ പോകുന്നവരെ കൗൺസിലിങ് ചെയ്ത് അവൻ കള്ളുകുടിയനാണോ എങ്ങനെയുള്ള. എൻ്റെ സഹോദര, നിങ്ങൾ കണിയാൻ്റെ അടുത്ത് പോയി ചോദിച്ചേച്ചേ, കല്യാണത്തിന് വിട്ടാൽ മതി ഇവനെന്നും മരിക്കുമെന്ന്. നിനക്ക് ഉറപ്പ് പറയാമോ? ഇന്നൊരു മനുഷ്യൻ കല്യാണം കഴിച്ചു, നാളെ അവൻ മരിച്ചു പോയി. നിങ്ങളുടെ ഈ കൊളാസം കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? മദ്യപാനം ഏത് സമയത്ത് ഏത് മനുഷ്യൻ ഉണ്ടാകുന്നു നിങ്ങൾക്ക് പറയാനൊക്കുമോ? അങ്ങനെ ആരെങ്കിലും അമേരിക്കയിൽ ആ താമസിച്ച വീട്ടിലെ പെൺകൊച്ചിനെ പിടിക്കാൻ പോകത്തില്ലായിരുന്നു. നീയൊക്കെ എന്തുകൊണ്ട് കൗൺസിലിംഗ് നടത്തി ഇവനെയൊക്കെ നേരെയാക്കിയിട്ട് പള്ളിക്കരാജ്? നീയൊക്കെ തെരുവ് തെരുവുകളായി നടന്നിട്ട് പുരോഹിതവർക്ക് സ്വീകരിച്ചു. എന്തിനാ? ആരും അറിയത്തില്ല. എനിക്ക് എന്നിഷ്ടം പോലെ കാശ് കിട്ടും. ഇത് തന്നെയാണ് നിങ്ങൾ ഓർത്ത സഭയോട് ഞാൻ ചോദിക്കുകയാണ്. ചോദ്യമുണ്ട് പറ. ബാബ എന്ന് പറഞ്ഞ കള്ളനോട് ഞാൻ ചോദിക്കുകയാണ്. ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ ആണ്ട് കുർബാന നടത്തിക്കൊണ്ട് എന്താ പ്രയോജനം? എന്താ പ്രയോജനം? ഒന്ന് പറഞ്ഞതാ. അല്ലെ ബാബ വേണ്ട. ഇപ്പോൾ ഞങ്ങളുടെ വികാരിയായിട്ട് വരുന്ന ഫാദർ തോമസ് അമയിലുണ്ട്. അവനും ഡോക്ടറേറ്റാ. അവൻ പറയട്ടെ. അല്ലേ ഇവൻ പറയട്ടെ. തുമ്പോൾ ഭദ്രാസാദിവൻ പറയട്ടെ. ആണ്ട് കുർബാന നടത്തുന്നതിന് കാരണം നിങ്ങൾക്ക് കൈമടക്ക് കിട്ടും. ഇന്ന് ആണ്ട് കുർബാനയ്ക്ക് കല്ലറയിലൊന്നും ധൂപം വെച്ച് കഴിയുമ്പോൾ കയ്യിൽ നിന്നും കിട്ടിയില്ല പച്ച തെറി ഈ പുരോഹിതവർഗം പിടിക്കും. ഇല്ലെങ്കിൽ ഇതൊന്നും നോക്കിയോ നിങ്ങൾ. എനിക്ക് അനുഭവമുള്ള. ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓട്ടോ സഭ ഞാൻ ചോദിക്കുന്ന വിശ്വാസികളെ നിങ്ങൾ നേർവഴിയിൽ നടത്താനാണോ നോക്കുന്നത്? അല്ലാതെ അവൻ കണ്ടുകൂടിയില്ല അവനെ കൊണ്ട് മറ്റിടത്ത് തള്ളിയത് അതാണോ? ഒരു മനുഷ്യൻ മദ്യപിക്കുന്നു എന്ന് കണ്ടാൽ അവനോട് പറഞ്ഞ് ഘോഷിച്ച് നോക്കണം. നിങ്ങൾക്ക് അതിന് സമയമില്ല. നിങ്ങൾക്ക് പോക്കറ്റ് തുറക്കാനുള്ള സമയമേ രണ്ടു മൂന്നും കാലല്ലേ അവന് കാതോലിക്കായിക്കുള്ളത്. എവിടെ കൊണ്ടുപോകാനാ? അവൻ്റെ സഹോദരൻ്റെ പേരിൽ എത്ര ടെസ്റ്റാണ് ഉള്ളത്? എവിടുത്തെ കാശ്? അവൻ്റെ കുടുംബത്തിലെ കാശാണോ? എന്നിട്ട് തെമ്മാടിക്കുഴി കള്ളു കുടിക്കുന്നവരെ തെമ്മാടിക്കുഴിക്കുണ്ട്. ഏടാ നിൻ്റെ ഒന്നും കല്ലറയിലൊന്നും നിൻ്റെ ഒന്നും ശവക്കല്ലറയൊന്നും വരാൻ പോകുന്നില്ല ഒരുത്തന് ഇനിയും. നീയൊക്കെ പള്ളിയുടെ വാതിക്കൽ അവിടെ നോക്കിയിരിക്കും. ഏതെങ്കിലും ഒരു മനുഷ്യൻ വരുന്നുണ്ടോ 10 പൈസ അവിടെ നേർച്ചയിടാനെന്നുള്ളത്. ആ കാലം വരുന്നു. നീയൊക്കെ ചിന്തിച്ചോ? മനസ്സിലാക്കിയോ? ഞാൻ ഇന്നും പറയുന്നു, ഞാൻ പറഞ്ഞ ഒന്നും നടക്കാതെ പോയിട്ടില്ല. മനസ്സിലാക്കിക്കോ ആരാണെങ്കിലും.